തന്നളിയെ തന്നെ നമ്മൾ വിചാരിക്കും പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. ഞാൻ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. പൈസ വാങ്ങിച്ചവർ തരണ്ടേ? ചോദിക്കാതെ തന്നെ തരണ്ടേ? എന്തോന്ന് ചെയ്യാൻ പറ്റും? ശരിയല്ലേ? ഞാൻ നോക്കാം. ശരി. കുട്ടുമാമന് ഈ പൈസ കടം കൊടുത്തവരോട് ചോദിക്കാറില്ലേ? ചോദിക്കൂലെന്നില്ല, പക്ഷെ എപ്പോഴും ചോദിക്കാൻ പറ്റുമോ? എന്താ കുഴപ്പം? ചോദിക്കണം. ഇനിയിപ്പോ ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ വീട്ടിൽ പോയി ചോദിക്കണം. കുട്ടുമാമ ഈ കടം ചോദിക്കാൻ വരുന്നവരുണ്ടല്ലോ, കരഞ്ഞുകൊണ്ട് നമ്മളുടെ അടുത്ത് ചോദിക്കും. നമ്മൾ തിരിച്ച് ചോദിക്കാൻ പോകുമ്പോഴോ കണ്ണുരുട്ടി കാണിക്കും. അമ്മയ്ക്ക് എത്ര കിട്ടണമെന്ന് അറിയോ? എനിക്കാരും പൈസ തരാറില്ലല്ലോ. അമ്മയുടെ കാര്യമല്ല, കുട്ടുമാമന് എത്ര കിട്ടാണ്ടെന്ന് അറിയാവോന്ന്? ഞാൻ ഈ സ്ത്രീയുടെ പൈസ പരിപാടിയൊന്നും ഇടപെടാറില്ല. സമ്മതിച്ച്. കുട്ടുമാമൻ ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് ബൾക്ക് എമൗണ്ട് ഒക്കെ ആയിട്ട് മുങ്ങി. ഉദാഹരണം കുട്ടുമാമ. അപ്പൊ അവരെന്തായാലും പൈസ അന്വേഷിച്ച് അമ്മയുടെ അടുത്തേക്ക് വരത്തില്ലേ? അത് വരും. പൈസയുടെ കാര്യം ചോദിച്ച് വന്ന് ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും. ബുദ്ധിമുട്ടിക്കും. കാരണം അവർക്ക് പൈസ കിട്ടാനുള്ള ഓരോരോ സോഴ്സ് ഞാനാണല്ലോ. അപ്പൊ അമ്മ എന്ത് ചെയ്യും? ഒരവധിയൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ കയ്യിലുള്ള കുറച്ച് പൈസയൊക്കെ കൊടുത്ത് അവരെ പിടിച്ചു നിർത്താൻ നോക്കും. നോക്കും. അപ്പൊ കുട്ടുമാമന്റെ പണമിടപെടല് അമ്മയുടെയും കൂടെ പണമിടപാടല്ലേ? ലച്ചോ ആണ്, ഇതൊക്കെ എനിക്കറിയാം. പക്ഷെ എന്നാലും ചില വ്യക്തിപരമായ അങ്ങനെയൊന്നുമില്ല. ഒരു കുടുംബം ആവുമ്പോ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിരിക്കണം. അതിനോട് തെറ്റുമില്ല. ആരെങ്കിലും ലക്ഷങ്ങൾ പറ്റിച്ചോണ്ട് പോയാലേ മാമനും മാമിയും ഒന്നിച്ച് കിടന്ന് കഷ്ടപ്പെടും. അതൊക്കെ ശരിയാണ്. അമ്മായി മനുഷ്യന്റെ കാര്യമല്ലേ? പെട്ടക്കനെ കുട്ടവനും എല്ലാം പറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എന്റെ കാര്യം മൊത്തം ഹാൻഡിൽ അമ്മായില്ലേ? അല്ല, ഞാനൊരു ഫാക്ട് പറഞ്ഞാണ് കേട്ടാ. മതി മതി, നിർത്ത്. ഒന്നാമത്തെ തലപ്പിലാന്ന് എടുത്തിരിക്കുന്നു. നിങ്ങളെ ആ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്ന വേണ്ട. എനിക്കറിയാൻ തോന്നിയാണോന്ന്. ഗൗരി വാ. ഗൗരി വരുന്നില്ല. അമ്മായി എന്തായാലും കൊള്ളാം. അമ്മയുടെ വ്യക്തിത്വം എനിക്ക് ഇഷ്ടപ്പെട്ട്. കുട്ടുമാമൻ കഷ്ടപ്പെട്ട് കണ്ട നാട്ടിൽ കിടന്ന് പൈസ ഉണ്ടാക്കുന്നു, പക്ഷെ അതിന് കാര്യമായ കണക്കൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ഈ പൈസയുടെ കാര്യം പറഞ്ഞപ്പോഴേ കുട്ടുമാമന്റെ മുഖം ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്ന? ഒരു മാതിരി ടെൻഷൻ അടിച്ച് വിഷമിച്ച് അങ്ങനല്ലായിരുന്ന? സംഭവം ഉണ്ട്, കുറേ പൈസ എവിടെ നിന്നൊക്കെയോ കിട്ടാറുണ്ട് മാമന്. അത് ഉറപ്പാണ്. അങ്ങനെ വിട്ടാ പറ്റൂല. എന്നാലും ഞാൻ ഈ പൈസ കാര്യത്തില് അമ്മായി കാര്യം വിട്, ബാക്കി കാര്യം ഞങ്ങളായിട്ട് അല്ലേ ചേച്ചി? ആശാൻ അങ്ങനെ പിടി തരുമെന്ന് എനിക്ക് തോന്നല്ല, പക്ഷെ എന്നാലും നമുക്ക് ശ്രമിക്കാം. അമ്മായി ഇപ്പൊ റൂമിലേക്കൊന്നും പോകണ്ട, എന്നോട് കിച്ചണിലേക്ക് വാ. അമ്മായി അമ്മായിയെ, നിങ്ങൾ രണ്ടുപേരുവേ ഗൾഫിൽ വെച്ച് എന്തോ ബിസിനസ് ഒക്കെ തുടങ്ങാൻ പ്ലാൻ ഇട്ടായിരുന്നു. ഒരു ചെറിയ കഫേ ഇടാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെന്തിനാ ഡ്രോപ്പ് ചെയ്തു? ഇതിപ്പോ ഇങ്ങോട്ട് വന്നു. അത് അവൻ ചോദിച്ചിട്ട് മറുപടി പറ. അതെന്താ ഡ്രോപ്പ് ചെയ്തേ? അതെ, സത്യം പറഞ്ഞാ അവിടെ മടുത്തിട്ടൊന്നും അല്ല, പക്ഷെ ഇങ്ങോട്ട് വരാൻ ഭയങ്കര ഒരു ഇതായിരുന്നു. അങ്ങനെ ഫുള്ള് ഡ്രോപ്പ് ചെയ്തു. അതല്ലേലും കുട്ടുമാൻ അങ്ങനെയാണല്ലേ? താൻ ഈ പടവലംകാരനാണ്, മനസ്സ് നിറയെ പച്ചപ്പല്ലേ? പഞ്ചഭാഗം പിടിച്ച മനസ്സ് കാരണമാണ് നാട്ടുകാർ മൊത്തം പറ്റിച്ചിട്ട് പോണേ. പറ്റിച്ചെന്നാ? ഇപ്പൊ പറ്റിച്ചായിട്ട് തോന്നൂല, പക്ഷേ ഈ കടം കൊടുത്തവരെല്ലാം പറ്റിച്ചോണ്ട് പോകുമ്പോ പറ്റിച്ചായിട്ട് തോന്നിക്കോളും. ഒന്ന് ചുമ്മാ ഇരിയടേ. മമ്മായും കൂടി ഇങ്ങനെ നിന്നാല് മാമൻ കൊടുത്ത ഫുൾ കാശും ഗോവിന്ദയാവും. എടേ, നിങ്ങളിങ്ങനെ വളഞ്ഞൂറ്റി പിടിക്കാതെ കാര്യം എന്താണെന്ന് സ്ട്രൈറ്റ് ആയിട്ട് പറ. അമ്മയ്ക്ക് മനസ്സിലായി നിങ്ങൾ വളഞ്ഞൂറ്റി പിടിക്കുവാണെന്ന്. ഇത് മനസ്സിലാക്കാതിരിക്കാൻ ഞാൻ എന്താണ് അത്ര ഗ്രാഹ്യം ഇല്ലാത്തവളാ? നിങ്ങളോട് കളിച്ചിരിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ? അമ്മായി, കുട്ടുമാമൻ ഇങ്ങനെ വിട്ടാ പറ്റൂല. കുട്ടുമാമൻ എത്ര രൂപ കിട്ടാനുണ്ടെന്ന് കറക്റ്റ് കണക്ക് നമുക്കറിയണം. ഇങ്ങനെ ഈ മനസ്സുള്ളവരെ കറക്റ്റ് കണക്ക് പറയൂല, അതാണ് പ്രശ്നം. നഷ്ടപ്പെടാൻ പോണ പൈസ ഇല്ല എന്തായാലും. അപ്പം കൊടുത്ത കാശ് പോവെന്നാ നീ പറയണ? ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും പോവും. ഈ കാശിന്റെ കാര്യമൊക്കെ ഞാൻ എങ്ങനെയാടെ ചെന്ന് ചോദിക്കണേ? നൈസായിട്ട് ചോദിച്ചു നമുക്ക് മനസ്സിലാക്കാം. എന്നാലും ശ്രീക്ക് ദേഷ്യം വന്നോണ്ടല്ലോ, പിന്നെ പിടിച്ചാ കിട്ടൂല. ഇന്ന് തല്ലുകൊണ്ട് ചത്താലും വേണ്ടില്ല, മാമൻ്റെ അടുത്ത് കറക്റ്റ് കണക്ക് ചോദിച്ചിട്ട് തന്നെ പോയ കാര്യം. ഗൗരി, നീ അങ്ങോട്ട് വരാത്ത എന്ത്? അത് ഇവള് ഇങ്ങോട്ട് വിളിച്ചപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നു. ആരെങ്ങോട്ട് വിളിച്ച്? ലച്ചു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കാര്യമുള്ള കാര്യമാണ് സംസാരിക്കുന്നതെങ്കിൽ കൊള്ളാം. ഞങ്ങൾക്ക് കാര്യമായിട്ടും അല്ലാതെയൊക്കെ സംസാരിക്കാനുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് കുട്ടുമാമനോട് കാര്യമായ ഒരു കാര്യം ചോദിക്കാനുണ്ട്. എനിക്ക് അതിൽ താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ പഠിത്ത കാര്യത്തിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മാമൻ ഇടപെടണ്ട. ഞാൻ നിങ്ങളുടെ മാമനാണ്. ആണോ? അതേപോലെ ഞങ്ങൾ തിരിച്ചുണ്ട്.
ചെന്നൈ പോയിട്ട് വന്നതിന് ശേഷം നിന്റെ സംസാരത്തിൽ കുറച്ച് കടുപ്പം കൂടിയിട്ടുണ്ട്. കാണും, 10-18 വയസ്സായില്ലേ, കടുപ്പൊക്കെ കാണും. മാമ എന്തായാലും ഇപ്പൊ പുതിയൊരു കട തുടങ്ങാൻ പോകണല്ലേ, അപ്പൊ എക്സ്ട്രാ കുറേ ചെലവ് കയറി വരും അല്ലല്ലേ ചേച്ചി? പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചെലവ് വരെ കയറി വരും. അതുകൊണ്ട് കിട്ടാനുള്ള കൃത്യമായ കണക്കും അതെങ്ങനെ വാങ്ങിയെടുക്കാന്നുള്ള മാർഗവും മാമൻ അറിഞ്ഞിരിക്കണം. എനിക്ക് നല്ല തലവേദന. കുട്ടുമാമ, കുട്ടുമാമ, എന്ത് കട്ടൻ എന്നാ കുടി. നീക്ക് ഗൗരി എവിടെ? ഗൗരിയൊക്കെ വന്നോളൂ. അവിടെ വെച്ചു, കുഴപ്പമില്ല. പിന്നെ കിടന്നുറങ്ങണ കുട്ടുമാമ, എണീക്ക് കുട്ടുമാമ. എന്ത് ലച്ചു? എന്തിനാ ഇപ്പൊ കിടന്നുറങ്ങണേ? കിടക്കാണ്. എന്തിനാ കിടക്കണേ? ചുമ്മാ വെറുതെ. കുട്ടുമാമന് നല്ല ടെൻഷൻ ഉണ്ടല്ലേ? എനിക്കൊരു ടെൻഷനും ഇല്ല. എന്ത് ദേഷ്യം വന്നാ? പണ്ടത്തെ കുട്ടുമാമനൊക്കെ നമ്മളുടെ അടുത്ത് എന്ത് സ്നേഹമായിരുന്നു, എന്ത് സന്തോഷമായിരുന്നു, എന്ത് സ്ട്രോങ് ആയിരുന്നു കുട്ടുമാമൻ. ഇപ്പൊ അതൊന്നുമില്ല, എല്ലാം പോയി. എവിടെ പോയെന്ന്? കുട്ടുമാമന് നല്ല ടെൻഷൻ ഉണ്ടെന്ന് നമുക്കറിയാം. എനിക്കൊരു ടെൻഷനും ഇല്ല. ഉണ്ട്. അത് നിനക്കെങ്ങനെ അറിയാം? നിങ്ങളുടെ കൂടെ കിടന്നല്ലേ ഞാൻ കളിക്കുന്നത്, അപ്പൊ എനിക്കറിയാം. കുട്ടുമാമ, എന്ത് മോളെ? കുട്ടുമാമൻ ആദ്യം ഒന്ന് കൂളായിട്ടിരിക്കും. ഇനിയിപ്പോ കുട്ടുമാമന് നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ നമ്മളങ്ങ് പോയേക്കാം. പണ്ട് ഞങ്ങളുടെ അടുത്തിരുന്ന് എന്തൊക്കെ കഥ പറയുമായിരുന്നു. മാമനിപ്പോ നമ്മുടെ സംസാരിക്കാൻ പോലും നേരമില്ല. ഇപ്പൊ മൊത്തം ടെൻഷൻ അല്ലേടി. പണ്ടേ നമ്മൾ എന്തെങ്കിലും തമാശ പറയുമ്പോൾ കുട്ടുമാമിൻ്റെ ഒരു ചിരിയുണ്ട്. അതാണ് ചിരി. മാമാ ആ ചിരി ഒന്ന് ചിരിച്ചേ. ചുമ്മാ പോ. ചിരിക്കും മാമ. ചിരിക്കേ. മാമോ, ആ ഭംഗിയുള്ള ചിരി അങ്ങോട്ട് വരട്ടെ, അങ്ങോട്ട് ചിരി. എന്തോന്നാണ്? ചിരി മാമ, ചിരി മാമ, അങ്ങോട്ട് ചിരി 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 ചിരി. ഇപ്പൊ പൊട്ടിച്ചിരിക്കും, ഇപ്പൊ പൊട്ടിച്ചിരിക്കും. മാമാ ചിരി മാമ. നോക്കണേ, മാമിന്റെ അടുത്ത് ചിരിക്കാൻ പറഞ്ഞപ്പോ ഡാഗിനെ മുമ്പ് ചിരിക്കണ്. എന്നെ പറയുമ്പോ എന്തൊരു ചിരി. ഓടിക്കോണം എല്ലാം കൂടെ. ഇവിടെ മനുഷ്യൻ കരയണോ ചിരിക്കണോ എന്ന് അറിയുമ്പോൾ അത് ഇരിക്കണം. അപ്പോഴത്തേക്ക് ഓടിക്കൊണ്ട് വന്നേക്കണം എല്ലാം കൂടെ. ഞാൻ ബുദ്ധിപൂർവ്വം തന്നെ ഈ ചോറിൽ ഇവിടെ വാങ്ങിച്ചു വെച്ചേക്കണം. എല്ലാം കൂർമ്മ ബുദ്ധിയും കുശാഗ്ര ബുദ്ധിയും ആയിട്ട് വന്നോളൂ. ഒറ്റ എണ്ണ റൂമിൻ്റെ അകത്ത് കയറി പോലും, ഒറ്റ എണ്ണ നോക്കിക്കോ. ആ നിങ്ങൾ ആര് ചൂരിലും കൊണ്ട് നടക്കാൻ വാദ്യാരാ? മാമ ചത്താലും വിടൂല. ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, അതൊക്കെ മാമൻ പറയണം. പറയാതെ മാമനെ ഞങ്ങൾ കിടത്തി ഉറക്കൂല്ലോ, നോക്കിയോ. രാത്രി നമ്മൾ ഇവിടെ കിടക്കും. വിളിച്ചു പോയി കഴിഞ്ഞാൽ തൂക്കി എഴുതാൻ പാറമട കൂടെ കണ്ടു. എന്തിന് കുട്ടുമാമ, ഇത് തമാശയല്ല കേട്ടല്ലോ. വിടൂല. ബാ എണീക്ക്, എണീക്കാൻ. എന്തോന്നൊക്കെടേ കാണിക്കണത്? എന്തിനാണ്? എന്തോന്ന് വേണം? എന്താണ് നിനക്ക് വേണം? മാമാ അതെ, മാമാ ഞങ്ങൾക്ക് അറിയാനുള്ളതൊക്കെ ഞങ്ങൾ മാമനെ കൊണ്ട് പറയിപ്പിച്ചോളാം.
അല്ലാതെ വിടൂല. ഒരു അമ്മായിയും പിള്ളേരും ഇറങ്ങിയിട്ടുണ്ട്. എടേ, നിങ്ങളെല്ലാരും കൂടി ഇങ്ങനെ ചുറ്റും നിന്ന് നോക്കണേ എന്തിനാണ്? ശ്രീധർ ഒന്ന് ശരിക്ക് കാണാൻ. ഞാൻ നിങ്ങൾ ആരും ശല്യപ്പെടുത്താൻ വേണ്ടി വന്നില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നെ ശല്യപ്പെടുത്തണേ? കാരണം മാമൻ ഞങ്ങളുടെ മാമനായതുകൊണ്ട്. ദൈവമേ, ഇതെങ്ങനെ സംഭവിച്ചു? അമ്മായി, അമ്മ ഇന്നേ വരെ കുട്ടുമാമന്റെ അടുത്ത് ചോദിക്കാത്ത ചോദ്യങ്ങളൊക്കെ ഇപ്പൊ ചോദിക്കാം. അങ്ങനെ ചോദിക്കാൻ നിന്നാ 2 ദിവസം വേണ്ടി വരും. ഇപ്പൊ ഏത് ചോദ്യം ചോദിക്കണമെന്ന് നീ പറ. മാമൻ അറിയാലോ, നമ്മുടെ കുടുംബത്ത് ആരും ഒറ്റയ്ക്ക് വിഷമിക്കാനും വിടത്തില്ല, സന്തോഷിക്കാനും വിടത്തില്ല. വിഷമമാണെങ്കിൽ ഒരുമിച്ച്, സന്തോഷമാണെങ്കിൽ ഒരുമിച്ച്. എനിക്കൊരു വിഷമോ അല്ല, ടെൻഷനും ഇല്ല. നിങ്ങൾ ചുമ്മാ എന്നെ ഇറിറ്റേറ്റ് ചെയ്യില്ല. ഞാൻ ഇപ്പൊ ചേച്ചി വിളിച്ച് പറയും നിങ്ങൾ എന്നെ ഇവിടെ ഇരിക്കാൻ സമയമുണ്ട്. അവിടെ കാര്യം പറഞ്ഞു. എവിടെ പോണ്? അവിടെ അടങ്ങി ഇരി. എനിക്ക് ദേഷ്യം വരും കേട്ടാ. വരണമല്ലോ, ദേഷ്യം വരട്ട്. മാമൻ എത്ര ദേഷ്യം വന്നാലും ഫുൾ ഡീറ്റെയിൽസ് പറയണ്ട. മാമൻ ഞങ്ങൾ വിടൂല. നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? കണക്കുകൾ. എന്തിന്റെ കണക്ക്? കുട്ടുമാമൻ ഗൾഫിലും നാട്ടിലുമായിട്ട് കടം കൊടുത്ത പൈസയുടെ കണക്ക്. അത് അറിഞ്ഞിട്ട് ഇപ്പൊ എന്തോ ചെയ്യാൻ വേണ്ടി? അമ്മ കാര്യം ഉണ്ടോന്ന് കൂട്ടിക്കോ. ഇത് അറിഞ്ഞിട്ട് ഞങ്ങളെ പിള്ളേർക്ക് വലിയ കാര്യമൊന്നും കാണത്തില്ല, പക്ഷെ അമ്മായിക്ക് കാര്യമുണ്ട്. അതുകൊണ്ട് മാമൻ പറ. ഇത് ഞാൻ തന്ന പണിയൊന്നുമല്ല, ഇങ്ങോട്ട് നോക്കണ്ട. അതെ, നമ്മൾ ഇതിനെപ്പറ്റി ഇതുവരെ സംസാരിച്ചിട്ടില്ല. പക്ഷെ എന്തൊക്കെയാണെന്ന് എനിക്കും അറിയണമല്ലോ. ഇങ്ങനെ പറ അമ്മായി. തുടങ്ങട്ടെ. തുടങ്ങാതൊന്നും കഥാപ്രസംഗം. പിന്നെ നിങ്ങൾ ചോദിച്ചല്ലേ, അതുകൊണ്ട് പറയാം. ഗൗരി അറിഞ്ഞിരിക്കണമല്ല. ഗൾഫിൽ വെച്ചിട്ട് 1-2 സുഹൃത്തുക്കൾക്ക് ഉണ്ടല്ല, 3 പേർക്ക് പൈസ കടം കൊടുത്തു. അതിൽ ഒരാളുടെ സഹോദരിയുടെ കല്യാണത്തിന്, പിന്നെ ഒരാളുടെ വീട് പണിക്ക്, പിന്നെ ഒരാളുടെ വീടിൻ്റെ ആവശ്യത്തിന്, എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ഗൾഫിലെ കണക്ക് അവിടെ നിൽക്കട്ടെ, ഇനി നാട്ടിലെ കണക്ക് പറ. നാട്ടിലെ അല്ലറ ചില്ലറ സുഹൃത്തുക്കൾക്ക്, പിന്നെ കുറച്ച് ബന്ധുക്കൾക്ക്. അത് പിന്നെ ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല. ഞങ്ങൾ കാര്യമായിട്ട് എടുക്കും. മാമനെ ഫുൾ കണക്ക് പറഞ്ഞേ. പറയൂ മാമ. എവിടെ കവക്ക് ഭയങ്കര തലവേദന കേസാണ്. പൈസയുടെ കാര്യമാണ്. എല്ലാവരും അവധിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, തരും. അവധി പറഞ്ഞ എത്ര അവധി? എന്ത് അവധി പറഞ്ഞേ? ഇത് പൈസയുടെ ഇടപാടല്ലേ, ചില വ്യത്യാസങ്ങളൊക്കെ വരും. നമ്മൾ വിചാരിക്കണ പോലെ കൃത്യമായിട്ടൊന്നും നടക്കൂല. ഇതുവരെ ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. ഇപ്പൊ എന്തിനു ചോദിക്കണമെന്നും വിചാരിക്കരുത്. ശ്രീ കഷ്ടപ്പെട്ട പൈസയാണ്, കുറച്ചും കൂടി സീരിയസ് ആവണം. എടീ, ശരിയാണ്, എനിക്ക് പലപ്പോഴും ദേഷ്യവും വിഷമമൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ബന്ധുക്കൾക്കും പരിചയക്കാർക്കൊക്കെ ആവുമ്പോ എങ്ങനെ മുഖം മുറിഞ്ഞ് സംസാരിക്കും? കിട്ടാനുള്ള കണക്കെടുത്ത് കൂട്ടാമ. അത് നല്ലൊരു ഐഡിയ ആണ് കേട്ടാ. നീ കൊണ്ടുവന്ന് അതിപ്പോ എഴുതി കൂട്ടേണ്ട കാര്യം തോന്നുന്നു. എഴുതി കൂട്ടിയിട്ട് കാര്യമുണ്ട്. ഈ കിട്ടാനുള്ള പൈസയുടെ ഒരു കണക്ക് അമ്മായിക്ക് ഐഡിയ കിട്ടൂലോ, അതുകൊണ്ട് എഴുതുന്നത് നല്ലതാ. എന്തായാലും ഇപ്പൊ ഇത്രയൊക്കെ ആയില്ലേ, എഴുതും കൂട്ടു മാമ. കുട്ടുമാമ പേടിക്കുന്ന എന്തിനാ? കുട്ടുമാമന് കിട്ടാനുള്ള പൈസയുടെ കണക്ക് എഴുതാനല്ലേ പറഞ്ഞത്, അല്ലാതെ കൊടുക്കാനുള്ളതല്ലല്ലോ. കുട്ടാൻ പറ മാമ. ഇപ്പൊ നിങ്ങൾക്ക് കണക്ക് അറിഞ്ഞേ തീരുവോളാ? അതിനോട് ആർക്കും വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, പിന്നെ പറയണം. മാമൻ പറ മാമ, എഴുതി കൂട്ടട്ടെ. മറ്റേ പത്തനംതിട്ടയിലുള്ള ദിനേശ്, ഓ, അവിടെ പെങ്ങളെ കല്യാണത്തിന് 1.25 ലക്ഷം രൂപ വാങ്ങിച്ചു. 1.25. അത് പിന്നെ കല്യാണ സമയത്ത് 50,000 രൂപ മേടിച്ചു. 2.25 ലക്ഷം രൂപയെ എന്തരും മാമ? ഇത് മേടിച്ചിട്ട് എത്ര നാളായി? 8-9 മാസമാവും. കുഴപ്പമില്ല, ചിലപ്പോ പുള്ളി ടൈറ്റ് ആയിരിക്കും, പൈസയുടെ ഒക്കെ കിട്ടും. ബാക്കി അപ്പൊ പത്തനംതിട്ട ദിനേശ് 2.25 ലക്ഷം. പിന്നെ ചിന്നക്കടയുള്ള മടത്തിപ്പറമ്പ് കേശവൻ. എന്തിനു മാമ ആനയുടെ പേരെ കാനയ്ക്കാ കടം കൊടുത്തേ? അല്ലടേ, അവന്റെ പേര് അങ്ങനെ തന്നെ. മടത്തിപ്പറമ്പ് കേശവൻ വീട് പണി തുടങ്ങിയ സമയത്ത് 1.25 ലക്ഷം രൂപ വാങ്ങിച്ചു. അത് തിരിച്ചെന്ന് കണക്ക് എന്തിനു മാമ? ഉള്ള കണക്ക് പറ. അല്ല, പിന്നീട് വീട് പണി തീരാറായപ്പോഴത്തേക്ക് 1.5 കൂടെ മേടിച്ചു. 1.5 പിന്നെ വാങ്ങിച്ചു. അപ്പൊ മൊത്തം 1.5 അതോ 1.5 ഇല്ല, 1.5. പിന്നെ തൃശ്ശൂരുള്ള ജയേഷ് അവന്റെ ഭാര്യയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് 16 ലക്ഷം രൂപ. ഓപ്പറേഷന് 16 ലക്ഷം രൂപ ആയി.
ഞാനും എൻ്റെ സുഹൃത്തും കൂടെയാണ് പൈസ കൊടുത്തത്. ഞാൻ 3 ലക്ഷം രൂപ, ബാക്കി അമ്മ കൊടുത്തു. എൻ്റേത് 3 ലക്ഷം രൂപ, ഞാൻ കൊടുത്തത് 3 ലക്ഷം രൂപ. 3 ലക്ഷവും ജയേഷ് അല്ലേ? തൃശ്ശൂര് ജയേഷ് 3 ലക്ഷം, മടത്തിപ്പറമ്പ് കേശവ 1.5 ലക്ഷം, ദിനേശ് പത്തനംതിട്ട 2.25 ലക്ഷം. അടുത്തത് ഈ ജയേഷ് എന്ന് പറയുമ്പം ഇടയ്ക്ക് നമ്മളെ ഫ്ലാറ്റ് പറഞ്ഞ ജയേഷാണ്. ഇതൊന്നും ഞാൻ അറിയണില്ലല്ലോ. പറയുന്നു. പിന്നെ മക്കളെ, നമ്മുടെ പടവലത്തെ മറ്റേ സോമമാമനില്ലേ? സോമമാമൻ മാമൻ കുറച്ച് പൈസ വാങ്ങിച്ചു. എത്രയെന്ന് കൂടെ പറയൂ. ഒരു 5000-നും 10,000-ന്റെ ഒന്നും കളിയില്ലേ മാമ? 50,000. മക്കളെ അമ്മയടുത്ത് പറയല്ലേ. സോമമാമ ഈ പടവൽ 50,000. 50,000. അപ്പൊ മൊത്തം എത്ര ഇടാ? 7.25. ഇനി ബാക്കി നാട്ടിൽ എത്ര കൂടെ കിട്ടാനുണ്ട്? പിന്നെ അല്ലറച്ചില്ലറ എല്ലാവരും കൂടെ കൊടുത്തത് എല്ലാം കൂടെ ചെയ്ത് ഒരു 8-9 രൂപ വരും. അത് 8-9 അങ്ങനെ എഴുതിയാൽ മതിയാണ്. 9 ലക്ഷം. മാമ ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ഈ കണ്ട കണക്കൊക്കെ മാമ എവിടെ എഴുതിയിടത്തില്ലേ? എഴുതിയിട്ടിട്ടുണ്ടോ? മൊബൈലിൽ ആദ്യം സേവ് ചെയ്തിരുന്നു. ആ മൊബൈൽ ഇപ്പം മാറി. ഇതിപ്പം ആ മൊബൈൽ വീട്ടിലിരിക്കുന്നു. അത് പോയി എടുക്കണം. പിന്നെ എഴുതി വിട്ടിട്ടുണ്ട്. പക്ഷേ ആ എഴുതിയ ബുക്കും കാണാനില്ല ഇപ്പം. നീ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇപ്പം എഴുതാൻ പറ്റിയത്. ബാക്കി എന്തോന്നും. പിന്നെ ഗൾഫിൽ വന്ന എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അനിയന് ഒരു ചെറിയൊരു പാസ്പോർട്ട് ഇഷ്യൂ ഒക്കെ ആയിട്ട് ഒരു പ്രശ്നമുണ്ടായി. അപ്പം അത് തീർക്കാനും എൻ്റെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു എൻ്റെ മേടിച്ചു. അതെന്തായാലും തരും. ഗൾഫിലെ ഒരുപാട് പേര് സഹായിച്ച് കുടുങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഓരോരുത്തർക്കും നഷ്ടമായത് വെച്ച് നോക്കുമ്പം ഒന്നും അല്ല. ഈ പറഞ്ഞ കൂട്ടത്തിൽ എത്ര പേര് ഇപ്പൊ നാട്ടിലുണ്ട്? മറ്റേ പത്തനംതിട്ടയിലുള്ള ദിനേശ്, ആള് ഇവിടെ ഉണ്ട്. ആളുടെ അഡ്രസ് അറിയോ? അഡ്രസ് അറിയാം. കുട്ടുവന്നൊരു കാര്യം ചെയ്യും, നേരെ പത്തനംതിട്ടയ്ക്ക് കിട്ടോ. 2.25 ലക്ഷം രൂപയല്ലേ പുള്ളി തരാനുള്ളേ? നിർബന്ധിക്കണ്ടല്ലോ. പുള്ളി ഒന്നും പിടിച്ചു ഒന്നുമില്ല. മാമ നേരെ പോവാ, പൈസ മേടിക്കാൻ തിരിച്ചു വരും. അത്രയും മതി. പൈസ മേടിക്കാൻ തിരിച്ചു വരും. ഓക്കെ. എന്നാലും എന്തരടെ ഇത് 10 ലക്ഷം രൂപ എന്നൊക്കെ പറയുമ്പോ ഇത്രയൊക്കെ കടം കൊടുക്കണമെങ്കിൽ മാമനോട് എന്തിനായിരുന്നു പണി? ചുമ്മാരി. ഓഹോ, ചുമ്മാരി എന്നല്ലേ? അല്ല എന്നാലും ഈ 10 ലക്ഷം രൂപ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മാമ ഇതുവരെ അവിടെ എന്തരാണ് പണി എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഇല്ല. മാമി മിണ്ടരുത്. അവിടത്തെ മാമന്റെ ഒരു ഡീറ്റെയിൽസ് നമുക്കറിയത്തില്ല. നീ പച്ചൻ പറഞ്ഞ പോലെ അറബിയുടെ അല്ല, ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 10 ലക്ഷം രൂപയൊക്കെ കടം കൊടുക്കണമെങ്കിൽ ഇതിപ്പോ അറിയാവുന്ന കണക്കിന് ബാക്കി എത്ര ഉണ്ടോ എന്തോ. ഈ മാമനാണ് മെനയാന്ന് ഞാൻ 100 രൂപ ചോദിച്ചപ്പോ പോടാ എന്ന് പറഞ്ഞിട്ട് പോയത്. അല്ല അമ്മായി, കുട്ടുമാമന്റെ ഇനി 10 ലക്ഷം രൂപ പോയിട്ട് അമ്മായി അറിഞ്ഞില്ലേ? എടേ, ഞാൻ ഇതിനെപ്പറ്റി ചോദിക്കാറില്ലെന്ന് നേരത്തെ പറഞ്ഞില്ലേ? അച്ഛന്റെ കയ്യിൽ നിന്ന് ഒരു 100 രൂപ പോയി കഴിഞ്ഞാൽ അമ്മ 100 ചോദ്യം ചോദിക്കുമല്ലോ. ഒന്നും അന്വേഷിക്കണ്ട കേട്ടത്. ഇങ്ങനെ അങ്ങ് നിന്നോ? അങ്ങനെ തന്നെ. ഏയ്, ഇത് 10 അല്ല കേട്ടാ. മാമൻ ഓർമ്മയുള്ളത് 10. ഇപ്പൊ ഇനിയും ഉണ്ട്. കുട്ടുമാമ റെഡി ആയില്ലേ? റെഡി. എന്നെ കൂടെ പോകാൻ വിളിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ല. മറ്റേ പത്തനംതിട്ടയിലുള്ള ദിനേശാനെ വിളിച്ചാ? വിളിച്ച് ഭയങ്കര സന്തോഷത്തോടെയാണ് അങ്ങോട്ട് വിളിച്ചിരിക്കണം. എന്തായാലും അവിടെ പോയി കഴിയുമ്പോ സ്വീകരണമൊക്കെ ഉണ്ടാവും. പക്ഷെ കിട്ടാനുള്ള പൈസ മേടിക്കുക, തിരിച്ചു വരിക. ഞാൻ സീരിയസ് ആയിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു ദയം കാണിക്കരുത്. ചെറുതായിട്ട് നമ്മളൊന്ന് അഴിഞ്ഞു കൊടുത്താലും അവൻ പോകില്ല. അത് കറക്റ്റ്. അപ്പം ശരി. ഈ മുണ്ട കൊടുത്ത് എവിടെ പോണു? കല്യാണത്തിന് പോണോ? പിന്നെ എൻ്റെ അടുത്ത സുഹൃത്താണ്. പിന്നെ അപ്പോൾ പത്തനംതിട്ടയിൽ പോവാണ്. ഓക്കെ. സംഭവം എന്താണെന്നറിയോ? പത്തനംതിട്ടയിൽ ചെല്ലുമ്പോഴേ അവൻ വിചാരിക്കുമോ നമ്മൾ കാശിന് വേണ്ടി പോകണമെന്ന് വിചാരിക്കുമോ? ഇല്ല, ഇവിടുന്ന് പത്തനംതിട്ട വരെ ചായ കുടിക്കാൻ പോയെന്ന് വിചാരിക്കും അവര്. മാമ, അവരെന്തിനു വിചാരിച്ചാലും നമുക്ക് ഒരു പ്രശ്നവുമില്ല. 2.25 ലക്ഷം രൂപ അമ്മടെ. ഇന്ന് പത്തനംതിട്ട എത്തിയാ ഇന്നെ തിരിച്ചു വരാൻ പറ്റുമെന്ന് തോന്നണില്ല. ഒരു കുഴപ്പമില്ല. ഇന്ന് ചെന്നിട്ട് വേണമെങ്കിൽ ഒരു ദിവസം നിന്ന് കാശും കൊണ്ട് വന്നാൽ മതി. പക്ഷെ ഫുൾ കാശും കൊണ്ട് വരണം. ലിക്വിഡ് പണിയാണ് നല്ലത്. വല്ല ചെക്കോ വല്ല തരാണെങ്കിൽ അത് പോയിക്കൊണ്ട് പോരെ. ഒരു തെളിവുണ്ടല്ലോ നമ്മുടെ കയ്യില്. എന്തായാലും പത്തനംതിട്ട വഴി പോവല്ലേ? എന്നാ പിന്നെ ആ ചിന്ന കടയിലൂടെ കയറിയ ബാക്കി കിട്ടാനുള്ള പൈസയും കൂടെ മേടിച്ചോണ്ട് പോരെ. എന്നൊരു കാര്യം ചെയ്യ്, തൃശ്ശൂർ ജയേഷിന്റെ അവിടെയും കൂടെ കയറിയിട്ട് പോകും. ഓപ്പറേഷൻ വാങ്ങിച്ച കാശല്ലേ? ശ്രീ യാത്ര ചെയ്യണോണ്ട് തിരിച്ചെത്തിയിട്ട് നമ്പർ തന്നാൽ മതി, ഞാൻ വിളിക്കാം. അല്ലേ? അത് കൊള്ളാം, ഗുഡ് ഐഡിയ. എന്തായാലും മാമിക്ക് അറിയാൻ ആളല്ലേ, മാമി വിളിച്ച് സംസാരിക്കണം. ഇനി തൊട്ട് ഫുൾ കൺട്രോൾ മാമിയുടെ കയ്യിലിരിക്കണം കേട്ടോ.
ചെല്ല് പോവാൻ നോക്ക്. ഈ ഇന്ന് എന്തോന്നാഴ്ച ഇന്ന് ബുധനാഴ്ച. ബുധനാഴ്ച ഇപ്പം ബുധനാഴ്ചക്ക് ഒരു കുഴപ്പമില്ല, യാത്ര ചെയ്യാൻ പറ്റിയ ദിവസമാണ്. അത് മാത്രമല്ല, ഈ കടം ചോദിച്ച കാശില്ലേ അതും കൂടെ മേടിക്കാൻ പറ്റിയ ദിവസമാണ് ഇന്ന്. അപ്പം പോവാ അല്ലേ? അല്ലെങ്കിൽ അവർ ചിലപ്പോൾ നീട്ടി വെക്കും അല്ലേ? ഒരു നീളലുമില്ല. ഇനിയിപ്പോ കുട്ടുമാവന് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറ, ഞാനും അമ്മായും കൂടെ കൃപുവിന്റെ ബുള്ളറ്റ് എടുത്ത് അഡ്രസ് ഒക്കെ തപ്പി അങ്ങ് പോയിക്കോളാം. എന്നാലും വിളിച്ച് പറഞ്ഞല്ലേ അല്ലേ? അപ്പം അങ്ങോട്ട് ചെല്ലാം. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ പിന്നെ ഉണ്ടാവും. മാമ ഒന്ന് വന്നേ. ഇപ്പം അങ്ങോട്ട് ചെല്ലും. അവർ കുറേ ദാരിദ്ര്യം പറയും, പിന്നെയും കടം ചോദിക്കും. ദയവ് ചെയ്ത് കടവും കൊടുത്തിട്ട് വരരുത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരണ്ട, പടവലത്തോട്ട് പോയാൽ മതി. ചിരിച്ചോണ്ട് പോവാനേ, ഇത് ട്രിപ്പ് പോവല്ല, കൊടുത്ത കാശ് മേടിക്കാൻ വേണ്ടി പോവാണ്. അവന് വല്ലാത്ത ടെൻഷൻ. പൈസ ടെൻഷൻ വേണ്ട മാമ, ഗൗരവത്തിൽ പോ. അതെ, മുഖത്തൊരു ഗൗരവം ഇട്ടിട്ട് അങ്ങ് പോയാ മതി. ആ പിന്നെ അളിയൻ്റെ അടുത്തും ചേച്ചിയുടെ അടുത്തും ഫുൾ ഡീറ്റെയിൽസ് പറയണ്ട. പിന്നെ അളി എവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കും. അച്ഛൻ വന്ന ഉടനെ ഞാൻ ഫുൾ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കും. പിന്നെ മാമൻ ഇപ്പൊ പോയിട്ട് കാശ് മേടിച്ചോണ്ട് വന്നിട്ടില്ലെങ്കിൽ അടുത്ത തവണ ഞാൻ അച്ഛനെ പറഞ്ഞു കൊടുക്കും. അച്ഛൻ പോയാൽ അറിയാല്ലേ? പോവാം, എത്ര തവണ വേണമെങ്കിലും മക്കളെ ഞാൻ പോവാം. എന്തെന്നറിയോ, അളീനെ പറഞ്ഞു വിട്ട് അവിടെ പ്രശ്നമായി. എത്ര നമ്മുടെ സുഹൃത്തുക്കളല്ലേ? അപ്പൊ ഓക്കെ, ഇത്രയും മതി. കാരണം ഇനി നിന്നാ മാമന്റെ മനസ്സലിയും. പിന്നെ മാമൻ ഓരോന്നൊക്കെ വിളിച്ച് പറയും, മാമൻ പോവത്തില്ല, നമുക്ക് കാശ് തിരിച്ചു വാങ്ങണം. ചെല്ലേ, ഇടയ്ക്കിടയ്ക്ക് വിളിക്കണ്ട, ഞാൻ ഇങ്ങോട്ട് വിളിച്ചോളാം. ശരി, പോയിട്ട് വാ, പൈസ കിട്ടണവരെ ഈ യാത്ര തുടർന്നുകൊണ്ടിരിക്കും. പക്ഷെ പോണ കാണുമ്പോ പാവം തോന്നും. മിണ്ടിപ്പോയരുത് കേട്ടോ.